ഒരു അമ്മ നമ്മളെ മനസ്സിൽ അമ്മ എന്ന് പറയുമ്പോൾ ഒരു മുഖമുണ്ട്. ഒരുപക്ഷെ വീടിൻ്റെയും മറ്റു ചുറ്റുപാടുകളുടെയും ഉത്തരവാദിത്തങ്ങളിൽ ഒതുങ്ങിയിരുന്ന ഒരു അമ്മയെ ലോകം കാണാൻ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് ശരത്ത്. അമ്മ ഗീതാമ്മ. ഗീത എന്നാണെങ്കിലും പേരെങ്കിലും മലയാളികൾ സ്നേഹത്തോടെ ഗീതാമ്മ എന്ന് വിളിക്കുന്നു. ശരത്തും അതുപോലെ തന്നെ അമ്മയും തമ്മിലുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള യാത്രകൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലാണ്. ഇരുവർക്കും ഒപ്പം ഇരുവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ കിടക്കാം. നമ്മൾ ഒരു സോളോ യാത്രകളുടെ കാലമാണ്. പങ്കാളികൾക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കുമൊക്കെ ഒപ്പം യാത്ര ചെയ്യുന്ന നിരവധി യാത്രികർ നമുക്കുണ്ട്. എന്നാൽ അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്ന, അമ്മയെ യാത്രാ പങ്കാളിയായി തിരഞ്ഞെടുത്ത ശരത്ത് എന്തുകൊണ്ടായിരിക്കും അമ്മയെ യാത്രയിൽ പങ്കാളിയായി കൂട്ടിയത്? എനിക്ക് ഇങ്ങനൊരു വേദിയിൽ ആദ്യമായിട്ടിരിക്കണമെന്നൊരു ടെൻഷനുണ്ട്. എൻ്റെ നാട്ടിലെല്ലാ സ്കൂളിലും കോളേജസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വന്നിരിക്കാനുള്ള ഒരാൾ ഞാനില്ല. അത് കാരണമുള്ളൊരു പേടിയുണ്ട്. പിന്നെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത് സാറ ടീച്ചർ ഇവിടെ ഇല്ല. അത് കാരണം കുറച്ച് സമാധാനത്തോടെ സംസാരിക്കാം. നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. വൈ നോട്ട് അമ്മ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ ജീവിതത്തിൽ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന നമ്മുടെ ഏറ്റവും വലിയ ആദ്യത്തെ ദൈവം, ആദ്യത്തെ സുഹൃത്ത്, ആദ്യം കൈപിടിച്ച് എനിപ്പിച്ച് നടത്തുന്ന ഒരാളെ കൊണ്ടല്ലേ നമ്മൾ പോകണ്ടേ? അത് കഴിഞ്ഞിട്ടേ ബാക്കി സുഹൃത്തുക്കളും ബാക്കി കൂടെയുള്ള പങ്കാളികളും ഫ്രണ്ട്സും എല്ലാവരും വരുള്ളൂ. അതൊരു കാലഘട്ടം നമ്മളോടൊപ്പം ഉണ്ടാവും, അത് കഴിഞ്ഞ് കാണാതെയാവും. ഇപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സിലെ എത്ര പേരിന്ന് പരിചയമുണ്ട് അല്ലേ? വളരെ ചുരുക്കം. എനിക്ക് പരിചയം ഒരൊറ്റൊരാളെ. അവനെ ഞാൻ കണ്ടിട്ട് 4 കൊല്ലമായി. ഒരു കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ യാത്രയിലൊപ്പം ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ അവരൊക്കെ ജോലിയും വീടും പ്രാരാബ്ധമൊക്കെ ആയിട്ട് വേറെ രീതിയിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ, അവരും വലിയ വലിയ ജോലിയും പുറത്തും ബിസിനസ്സും കല്യാണം കഴിഞ്ഞ തിരക്കിൽ അവരും പോയി. അപ്പോൾ എന്നും ഒരു സ്റ്റാഗ്നൻ്റ്, ഒരു കോമൺ ഫാക്ടറായിട്ട് ഉണ്ടാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള എൻ്റെ അമ്മ മാത്രമാണ്. അത് കാരണം എന്നും അമ്മയെ കൊണ്ടുപോകുന്നു. ഒരു നുണയിൽ നിന്നാണ് അമ്മ ശരത്തിനൊപ്പം യാത്രയിൽ പങ്കുചേർത്തതെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ നുണ? എവിടേക്കായിരുന്നു ആ യാത്ര? കുറേ കാലങ്ങൾ എന്നെ യാത്രയ്ക്കായിട്ട് അവൻ ക്ഷണിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കര നഷ്ടമായി തോന്നുന്നുണ്ട്. ആ യാത്ര ബോംബെക്കായിരുന്നു. ബോംബെയിലൊരു പരിപാടിക്ക് പോയപ്പോൾ എന്നെ വളരെ കാര്യമായിട്ട് അമ്മ 2 ദിവസത്തെ യാത്ര, ഇതാ പോയി ഇതാ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് ബോംബെ തുടങ്ങിയതാണ്. ഇന്ന് കുറേ രാജ്യങ്ങൾ കണ്ടു. ഇപ്പം ഞാൻ അവനൊരു ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. പോവാ ഏത് നേരം ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും ആ യാത്ര അന്ന് അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കില്ലായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ സാധാരണ വെറുതെ പൂരപ്പറമ്പിൽ നടക്കുന്ന 2 സാധാരണ വ്യക്തികൾ. വേറെ പറയാൻ വലിപ്പമുള്ള ഒന്നുമില്ല. അക്കാഡമിക്സ് ഇല്ല, നല്ല കോളേജില്ല, അല്ലെങ്കിൽ കോളേജ് സെൻറ് തോമസാണ്, പക്ഷെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എനിക്ക് ടാലൻ്റ് എന്ന് പറയാൻ വേറെ പാട്ട് പാടറിയില്ല, ഡാൻസ് കളിക്കറിയില്ല, സിനിമയിലില്ല, ഒന്നിലുമില്ല. പക്ഷേ ഇന്ന് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ തൊട്ട് പുറകിലിരിക്കുന്ന നന്ദനയ്ക്ക് എന്നെ ഭയങ്കര കാര്യമാണ്, എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള കുറേ പേരുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റിയത് അമ്മ എന്ന് പറയുന്ന ഒരു വീക്ക് പോയിൻ്റാണ്. അതെല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ്. ചിലവരത് കാണാതെ പോവും, ചിലവരത് ഈ ലൈഫിൻ്റെ റേസിൻ്റെ ഇടയിൽ മറന്നു പോവും. പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എടുത്തു വയ്ക്കും. അപ്പോഴേക്കും മരിച്ചു പോവും. നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകുമല്ലോ. അപ്പോൾ ആ ഒരു തോട്ട്, ആ ഒരു ചിന്ത എനിക്ക് ദൈവാനുഗ്രഹമുള്ള കാരണം നേരത്തെ വന്നു. അങ്ങനൊരു ബോംബെക്ക് പോകുമ്പോൾ ഞാനൊരു നുണ പറയുക, 2 ദിവസത്തെ പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞൊരു നുണ പറഞ്ഞ എൻ്റെ ആദ്യത്തെ യാത്ര. അത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു 2 ദിവസത്തെ പരിപാടിയാണെന്നുള്ളത്. പക്ഷേ അവിടുന്ന് ഞങ്ങളങ്ങനെ ബോംബെ പോയി. ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. ഒരു കുഞ്ഞു മോനുണ്ടായി, അവനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ശനി ശിംഗ്നാപൂർ, അവിടുന്ന് നേരെ ഷിർദി പോയി, അവിടുന്ന് നേരെ ഞങ്ങൾ അജന്ത എല്ലോറ പോയി,
സുല വൈന്യാട്. അതിൻ്റെ ഇടയിൽ സുല വൈന്യാടിൽ പോയി 2 ദിവസം സ്റ്റേ ചെയ്തു. അങ്ങനെ അജന്ത എല്ലോറ പോയപ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയത് ഇതൊക്കെ എനിക്കും കാണണം, ഇത്രയും വലിയ സ്ട്രക്ചേഴ്സും ആർക്കിടെക്ചറും ഒക്കെ ഉള്ള. അമ്മ അതുവരെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആർക്കിടെക്ചർ വടക്കുന്നാരിലെ തെക്കേ ഗോപുരനടയായിരുന്നു. അതിനും വലിയൊരു ആർക്കിടെക്ചർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അല്ല, അത് വലുതാണ്, ശരിയാണ്, അത് വലുതാണ് ഒബ്വിയസ്ലി. പക്ഷേ അജന്ത എല്ലോറ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഇനിയും യാത്ര ചെയ്യണം, ഇനിയും എനിക്ക് പോകണം. എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറയുന്നത്, എടാ എനിക്ക് ഇനി ഇതൊക്കെ കുറേ കാണണം എന്ന്. ടു ലേറ്റ്. 56 വയസ്സിലാണ് അമ്മ യാത്ര ചെയ്ത് തുടങ്ങിയത്. 56 വയസ്സിൽ. ഈ ആദ്യത്തെ നുണ പറഞ്ഞ യാത്ര എന്ന് പറഞ്ഞു, അത് 2 ദിവസം എന്ന് പറഞ്ഞു. എത്ര ദിവസം നീണ്ടുന്നത്? 9 ദിവസം എടുത്തു. അമ്മ എങ്ങനെയായിരുന്നു? റെസ്റ്റ്ലെസ് ആയിരുന്നോ? അജന്ത എല്ലോറ കണ്ടോടുകൂടി ആ റെസ്റ്റ്ലെസ്നെസ് പോയി. അതുവരെ അമ്മയ്ക്ക് വീട്, കോഴി, പട്ടി, പൂച്ച, വീട്ടിലെ സാധനങ്ങൾ എല്ലാം ബോധേഡായിരുന്നു. പക്ഷേ ഈ എല്ലോറ കണ്ടോടുകൂടി ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിലൊരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പിക്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ കൊത്തുപണി നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നൊരു പിക്ചറുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്യൂട്ടായി ഫീൽ ചെയ്യും. കാരണം ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വാവ് ഫാക്ടർ കാണുകയാണല്ലോ ലൈഫിൽ. എനിക്ക് തോന്നുന്നു എല്ലാവരും ആദ്യമായി കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഭംഗിയുള്ള ശില്പങ്ങളാണ്. നമ്മൾക്ക് വീഡിയോസിലൊന്നും കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയില്ല. അത് നമ്മളുടെ കണ്ണുകൊണ്ട് തൊട്ടറിയുമ്പോൾ മാത്രമേ ആ ഭംഗി കിട്ടുന്നുള്ളൂ. അതാണ് യാത്രയുടെ ഒരു സുഖം. നമുക്ക് അച്ഛനിലേക്ക് വരാം. ശരത്തിൻ്റെ അച്ഛൻ വലിയൊരു യാത്രികനായിരുന്നു. ആയിരുന്നു, അല്ല ഇപ്പോഴുമാണ്. ഇപ്പോഴാണ് എഴുത്തുകാരനുമാണ്. അച്ഛൻ്റെ യാത്രകൾ ശരത്തിനെ ചെറുപ്പം തൊട്ടേ സ്വാധീനിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഹിമാലയം എപ്പോഴും പിടിക്കുന്നു, പ്രേമനൈരാശ്യമാണോ, അത് എന്താ എപ്പോഴും ഈ ചെക്കൻ മിണ്ടിയ ഹിമാലയം പോലും എന്ന് ചോദിക്കും. എൻ്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ ഉണ്ട്. അച്ഛന് 7 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കേരള സാഹിത്യ അക്കാദമി അവാർഡുള്ളതാണ്. 2013 ഏറ്റവും ബെസ്റ്റ് സെല്ലറായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ റോ ഫീൽഡ് കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലേ പോവാന്ന് പറഞ്ഞാൽ ആ പോണ റൂട്ടിലെ വഴി സിഗ്നലിൽ നിന്ന് തിരിയേണ്ടതടക്കം വരച്ച് മാർക്ക് ചെയ്ത് അച്ഛൻ എനിക്ക് എഴുതി തരും. ഞാനിങ്ങനെ ഒരു ട്രിപ്പ് ഇന്ന സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാണണമെന്ന് കറക്റ്റ് എൻ്റെ ഐ ഹാവ് ഒരു കുഞ്ഞ് ബുക്കുണ്ട്, ഒരു കുഞ്ഞ് ടെക്സ്റ്റ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരും. ഇന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമ്മൾ സ്റ്റഡീഡ് അല്ലാണ്ട് ഹിമാലയൻ സോണിൽ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ ഗുരുവായൂർ വന്ന് തൊഴുതിട്ട് വടക്കുന്നാഥനെ കാണാതെ മിസ് ചെയ്ത് പോവും. മനസ്സിലായോ? അതുപോലെ ഇപ്പോൾ ലഡാക്കിൽ ചെന്ന് നമ്മളിപ്പോൾ അവിടെയുള്ളൊരു ഫേമസ് ടെമ്പിൾ ചെന്നു, പക്ഷേ അതിൻ്റെ സൈഡിലുള്ളൊരു കുഞ്ഞ്, അതിനും പുരാതനമായൊരു ക്ഷേത്രം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു മോണ്യുമെൻ്റ് നമ്മൾ ചിലപ്പോൾ മിസ്സായിപ്പോവും. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനത്തെ കാറ്റഗറീസ് ഫീഡ് ചെയ്ത് തന്നിട്ടുള്ള അച്ഛൻ തന്നെയാണ്. ഇന്നും അന്നും എന്നും അച്ഛൻ തന്നെയാണ് ഹിമാലയത്തിനോടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ. അമ്മയോട് ചോദിക്കണമെങ്കിൽ ഈ യാത്ര വൈകി തുടങ്ങിയതാണ്. ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇന്നും പഴയ ഗീത തന്നെയാണ്. എനിക്ക് മാറ്റില്ല. മാനസികമായിട്ട് സന്തോഷം. കുറേ മക്കളെ എനിക്ക് കിട്ടി. എല്ലായിടത്തും ചെല്ലുമ്പോൾ ഗീതമ്മ എന്ന് പറഞ്ഞ് ഓടി വരുന്ന കുറേ മക്കളെ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ ശരത്തിനോടാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ യാത്രകൾ ചെയ്ത രീതിയും നിങ്ങൾ യാത്ര ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരുന്നു. അച്ഛൻ ഒരുപാട് നടന്ന് യാത്ര ചെയ്തു. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളിങ്ങനെ പറക്കല്ലേ, അതുപോലെ പറന്നാണ്. അപ്പോൾ ഈ 2 യാത്രകളും തമ്മിൽ പ്രധാനമായിട്ടും എവിടെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, അച്ഛൻ്റെയും നിങ്ങളുടെയും യാത്രകൾ? അച്ഛൻ്റെ യാത്രകളിൽ പോയാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ പെട്ടിയിൽ തിരിച്ചു വരേണ്ടി വരും. അച്ഛൻ കൈലാസ് മാൻസറോവർ പോയത് 290 കിലോമീറ്റർ നടന്നിട്ട് 47 ദിവസം എടുത്തിട്ടാണ് പോയത്. അത് എക്സ്റ്റേണൽ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൻ്റെ സൗകര്യത്തോടെ അവരുടെ ചെക്ക് പോയിൻറ്റ്സിൽ അവരുടെ ക്യാമ്പുകളിൽ താമസിച്ച ഞങ്ങൾ നേരെ ഹെലികോപ്റ്ററിൽ മാൻസറോവറിൽ ചെന്നിറങ്ങി. വെരി സിമ്പിൾ. ഞങ്ങൾക്ക് അത്ര പണിയെടുക്കാനൊന്നും വലിയ താല്പര്യമില്ല, അധികം നടക്കണ്ട. ബട്ട് സ്റ്റിൽ ഇപ്പോൾ കൈലാസ് മാൻസറോവറിൽ എത്തിയിട്ട് മാൻസറോവർ പരിക്രമ നമുക്ക് 52 കിലോമീറ്റർ ഉണ്ട്. അത് നടക്കന്നെ വേണം, അതിന് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അതുവരെ സുഖമായി ചെല്ലാം നമുക്ക്. മറ്റത് പോകുന്നത് എത്തനിക് ഇന്ത്യൻ ഋഷിമാരുടെ റൂട്ടിൽ കൂടെയാണ്. അതിൽ പോണ വഴിയിൽ നമുക്ക് ഓം പർവ്വത്, ലിബു ലേക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. ഇതിലതൊന്നുമില്ല. നമ്മൾ നേരെ മാൻസറോവറിൻ്റെ മുമ്പിൽ ചെന്നിറങ്ങും. അതിൽ കുറച്ച് ദിവസം 2-3 സ്ഥലങ്ങളിൽ ഹോൾട്ട് ഉണ്ട്. കാരണം വെച്ചാൽ ഒറ്റയടിക്ക് 18,000 അടിയിൽ ചെന്നിറങ്ങിയ ബ്ലീഡ് ചെയ്യും, നോസ് ബ്ലീഡ് ചെയ്യും, ബ്രീത്ത് കിട്ടായി വരും. അപ്പോൾ നമ്മളൊരു 2-3 ലെയേഴ്സിലായിട്ട് നിർത്തി 2-3 ഡേയ്സിൽ അവിടെ എത്തും. അതായത് ഒരു ഒറ്റയടിക്ക് ചെന്ന് നമ്മൾ 18,000 ലാൻഡ് ചെയ്യില്ല. ഒരു 4,000 വെക്കും, ഒരു 8,000 വെക്കും, പിന്നെ ഒരു 11,000 2 ദിവസം സ്റ്റേ ചെയ്യും. നമ്മുടെ ബോഡി ഒന്ന് ആ ഒരു സിറ്റുവേഷനിൽ അക്ലമൈറ്റൈസ് ചെയ്യാൻ വേണ്ടി. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അമ്മയും കൊണ്ട് കൈലാസം ഇങ്ങനെ
ട്രക്കിംഗ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ട്രക്കിംഗ് നോർത്ത് ഫേസിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുമ്പോൾ അമ്മയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പേടിച്ചു, തലയിട്ട് വീഴും ചിലപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു അത് വല്ല തുടച്ചിട്ട് ഉടച്ചിട്ടൊക്കെ ആയിരിക്കും, അത് ടിഷ്യൂ വെച്ച് തുടച്ചാൽ വളരെ സിമ്പിളായി. അമ്മയും അതുപോലെ അതിനെ വെറുതെ തുടച്ചു പോയി. അതെന്താ വെച്ചാൽ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാവുമ്പോഴേ നമ്മുടെ ഈ തെറ്റമൊക്കെ ഭയങ്കര സ്പോഞ്ച് പോലെ നമ്മൾ ഉരയ്ക്കുമ്പോഴേക്കും പൊട്ടിപ്പോവും. അങ്ങനെ ബ്ലീഡ് ചെയ്താണ്. അല്ല ഇതിപ്പോൾ എല്ലാവർക്കും വരണ്ട, എനിക്കും വരണ്ട. എനിക്കും അവിടെ ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു കൈലാസ് മാൻസറോവർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ 2018 പോയി വന്നു. വളരെ സിമ്പിളായിട്ട് നമ്മളതിനൊരു സ്കെയറോടുകൂടി കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. ഞാനമ്മയുടെ അടുത്ത് പറഞ്ഞു വായോ പോവാം, വളരെ സിമ്പിൾ. എനിക്ക് വേണമെങ്കിൽ അമ്മയ്ക്കൊക്കെ സുഖമായിട്ട് പോവാം. ഒരിക്കലും പറ്റില്ല എന്നല്ലേ വിചാരിച്ചിരിക്കണേ, അല്ലേ? അതങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് ഈ ജൂണിൽ ഞങ്ങൾ വരുന്നുണ്ടോ? അമ്മയോടാണെങ്കിലേ എപ്പോഴെങ്കിലും ഇങ്ങനെ 52 കിലോമീറ്റർ ഒക്കെ നടക്കുമ്പോൾ മതിയാക്ക, നിർത്ത, പോക മോനെ എന്നെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇൻ്റർവ്യൂ നടത്തുന്ന മാഷെ മാറ്റി ഇവനോട് മതിയാക്കാനോ എന്നോട് മതിയാക്കാനോ പറയണേ? രണ്ടുപേരും മോനെ നിർത്താം, നമുക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? നാളെ ഒരു ദിവസം എന്നാ കഴിയാന്നറിയില്ല. എന്നും യാത്രകളിലൂടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഭയങ്കരമായിട്ട് ഇന്നെനിക്ക് ഇവൻ പറയണ പോലെ ഒരു ലഹരിയായി തീർന്നിരിക്കുകയാണ് യാത്ര. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കല്ല, എത്ര വയസ്സായി? 67 ആവണം. അടുത്ത മാസം മാർച്ചിൽ എനിക്ക് 67 വയസ്സാവും. ആരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ? ആര് ചോദിച്ചാലും ശരത്ത് പറയണ പോലെ എനിക്കെന്നും 10 വയസ്സാവും. 10 വയസ്സ്, ഇതാണ് മറുപടി. സാധാരണ അമ്മമാരല്ലേ പറയാം മക്കളുടെ അടുത്ത് മതിയുടെ ഐസിൽ കളിക്കല്ലേ കയറുന്ന്. ഞങ്ങൾ ലഡാക്കിൽ പോയിട്ട് എനിക്ക് പേടിയാണ്. അമ്മ ഐസിൽ കിടന്ന് റോൾ ചെയ്യുന്നു, ഐസ് വാരി തിന്നു. ഇതെന്താ വെച്ചാൽ ഫ്രോസ് ബ്രൈറ്റ് പിടിക്കും, പെട്ടെന്ന് കാലിൽ തണുപ്പ് പിടിച്ച് ഞരമ്പ് ടൈറ്റായി പോവും. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ മതി പോരാന്ന് പറയുമ്പോൾ അമ്മ പറയും ഒരു 5 മിനിറ്റ് കൂടി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഈ ഷൂസ് സാധാരണ ഷൂസാണ്, അതിന് ശരിക്കും വലിയ ഇവിടെ വരെയുള്ള മറ്റേ ബൂട്ടൊക്കെ വേണം, മറ്റേ 6 മണിക്കാരുടെ ബൂട്ട് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഇട്ടിട്ടാണ് അതിലേക്ക് ഇറങ്ങുക. ഇത് ഫ്രിഡ്ജിൽ മാത്രം ഐസ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളത് വരെ. ആവേശത്തിൽ ഐസിലേക്ക് കിടന്ന് ഇറങ്ങുന്നു, അതിൽ കിടന്ന് തിരിയണു, വാരി കഴിക്കണു, വല്ല പട്ടിമൂത്രം വെച്ചിട്ടൊക്കെ ഉണ്ടോ അതിൽ. നിങ്ങളെല്ലാവരും പോയി തന്നെ ചെയ്യും. അത് നമ്മളുടെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഐസ് കാണുന്നത്. ഞാൻ സത്യമാണ്, സിനിമകളിലൊക്കെ കണ്ട ഐസിനോട് എൻ്റെ കാലത്ത് പഴയ സിനിമകളിലൊക്കെ ഐസ് ശർമ്മ ടാഗോർ കിടന്ന് ഉരുളണോ അവരെയൊക്കെ കണ്ടിട്ടുള്ള ഞാൻ ഈ ഐസ് കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ യാത്ര കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അമ്മയെ വിളിച്ചു വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ യാത്ര പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും, മക്കളും അമ്മമാരൊക്കെ ആയിട്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയാറുണ്ടോ എനിക്ക് അമ്മയൊപ്പം യാത്ര ചെയ്യാൻ പറ്റിയില്ല പോലെ? പക്ഷെ എന്നെ വിളിക്കുന്നതൊക്കെ ഈ അമ്മൂമ്മമാരും അമ്മമാരുമാണ് എല്ലാം. എൻ്റെ വാരണാസി യാത്ര കണ്ടിട്ട് എൻ്റെ അടുത്തൊരു ഉമ്മ വിളിച്ചു പറഞ്ഞു മോൻ അമ്മയും കൊണ്ട് വാരണാസി കാണിച്ചു തന്ന പോലെ എനിക്കും ഒന്ന് കാണിച്ചിരുന്നു. സോ സ്വീറ്റ് ആൻഡ് കൈൻഡ് ഓഫ് ഇറ്റ്. പക്ഷേ പോകാൻ പറ്റിയില്ല അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അങ്ങനെ ഒരുപാട് അമ്മമാർ അങ്ങനെ എപ്പോഴും വിളിച്ചു ചോദിക്കും എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ പോകാൻ, എൻ്റെ മക്കൾ കൊണ്ടുപോയില്ല, അവർ US കാനഡയിലാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും വിളിക്കും. അത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക, മദേഴ്സ് കമ്പനി. സന്തോഷവാർത്തയാവട്ടെ. ഈ റീസെൻ്റ്ലി ഒരു ഉമ്മ മകനും മക്കളും ഇതുപോലെ അനുഭവം പറയാറില്ലേ? മക്കൾ വിളിക്കാറുള്ളത് ഇതുപോലെ. ഞാൻ എല്ലാ സ്റ്റേജിലും പറയാറില്ല. ഒരു GCCയിലുള്ള UAEയിലുള്ള ഒരു ഇക്ക, പുള്ളി വാസ് എ വെരി ഡൗൺ ഫാമിലി എന്ന്, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു പുള്ളി. 2016 എൻ്റെ ഈ ഒരു ന്യൂസ് പുറത്ത് വന്ന് മാതൃഭൂമി ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ആൾ കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കരയില്ല, ഇങ്ങനെ അലറി കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളി പറയുന്നത് ഞാൻ തന്നെയാണ് ശരത്ത്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് ശരത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ മക്കയിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് പുള്ളി ദുബായിൽ പോയി, അവിടെ വെരി ഫിൽത്തി റിച്ചായി. പുള്ളി റോൾസ് റോയ്സ് ഒക്കെ മേടിച്ചു, നാട്ടിൽ വലിയ വീടൊക്കെ പടുത്തു. 20 വർഷം കഴിഞ്ഞിട്ട് പുള്ളി അമ്മയും കൊണ്ട് മക്കയിൽ പോകാൻ നിൽക്കണതിന് 1 മാസം മുമ്പ് അമ്മ മരിച്ചുപോയി. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഗിൽട്ട്, ആ ഒരു കൊണ്ടുപോകാൻ പറ്റായിക, ആ റിഗ്രറ്റ് ആ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് കിക്ക് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെ കിക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അതായത്
ഇത് മുമ്പ് ആലോചിച്ചില്ല, ഉള്ള കാലത്ത് കൊണ്ടുപോയിരുന്നു എന്നുള്ളത്. നല്ല പ്രായത്തിലുണ്ടായിരുന്നല്ലോ. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ മുട്ടുകെടുവായുണ്ട്, L4 L2 ഒക്കെ പ്രശ്നമുണ്ട്. എന്നാലും ഒരു പ്രശ്നമില്ല, ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ. നാളെ വേണമെങ്കിൽ അഗസ്ത്യാർകൂടം പോവും. അത്രയും സിമ്പിളായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മളിതൊക്കെ ചെയ്യുക, നമ്മളിതൊക്കെ പോവുക. ഈ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെത്തും. ഇപ്പം അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ വാരാണസി, കൈലാസ സരോവരമൊക്കെ എത്തി. ആ നിമിഷം അമ്മയുടെ ഉള്ളിലൂടെ എന്താണ് കടന്നു പോകാറ് അങ്ങനെ ഒരു സന്തോഷത്തിലെത്തുമ്പോൾ? എല്ലാ സന്തോഷങ്ങളും വന്നതാണ്. എനിക്കിന്ന് ഓരോ അജന്ത കണ്ടപ്പോൾ ആ സന്തോഷം, അത് കഴിഞ്ഞ് ഇന്ന് ഇഫൽ ടവറിൻ്റെ മുകളിൽ കയറി ഞാൻ ചായ കുടിച്ച സന്തോഷത്തിൽ ഇങ്ങനെ ആർമാദിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം. അല്ല, ഈ ശരത്തിനോട് അമ്മയെ പറ്റി ചോദിക്കുന്ന പോലെ ഗീതാമ്മയോട് ഇങ്ങനെ ആളുകൾ സംസാരിക്കാറുണ്ടോ? എൻ്റെ മകൻ എന്നെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള പരാതിയോ, അല്ലെങ്കിൽ എൻ്റെ മകന് എനിക്ക് ശരത്തിനെ പോലെ ഒരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ കംപ്ലൈൻറ്റുകൾ എന്നോടില്ല, ഇവൻ്റെ അടുത്ത് അതൊക്കെ. നീ ഭാഗ്യമുള്ള അമ്മയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇങ്ങനെ യാത്രയൊക്കെ കൊണ്ടുപോകണ ഒരു മകനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണെന്ന് പറയാറുണ്ട്. മൈനസ് ഒന്നുമില്ല, ഒക്കെ പ്ലസ് മാത്രം. നമ്മൾ ഈ സാരിയെക്കുറിച്ച് പറയുമ്പോൾ ഈഫൽ ടവറിനെ കുറിച്ച് സംസാരിച്ചു. ഈ സ്പെയിനിലെ ലാറ്റമോറ്റിനയിൽ അമ്മ പോയത് സാരി ഉടുത്തിട്ടായിരുന്നു. ഈഫൽ ടവറിൽ ചായ കുടിക്കുമ്പോൾ ശരത്ത് മുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഡ്രസ്സ് മാറണം എന്നോ അല്ലെങ്കിൽ സാരി തന്നെ മതി അല്ലെങ്കിൽ മുണ്ട് തന്നെ മതി എന്ന് തീരുമാനിച്ചത് എന്തായിരുന്നു കാരണം? മലയാളിടാ. നമ്മുടെ വേഷം, ഞാൻ ചുറ്റി ശീലിച്ച വേഷം എനിക്ക് സന്തോഷമാണ്. ഞാനിന്നവരമ്മ ചുരിദാറിട്ട് ഞാൻ കണ്ടിട്ടില്ല. മേ ബി എന്താ പറയുക, അതൊരു ട്രെൻഡാക്കിയതൊന്നുമല്ല. പക്ഷെ ആ ഈഫൽ ടവറിൻ്റെ മുകളിൽ ആ മുണ്ട് ചുറ്റിയിരിക്കണ ഫോട്ടോ ഇട്ടപ്പോൾ ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ അവരത് പ്രസൻറ്റ് ചെയ്തു. സ്പെയിനിലുള്ളൊരു ചേച്ചിയാണ്. പുള്ളിക്കാരി ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കുന്നു. പുള്ളിക്കാരി ആ ഫോട്ടോ എടുത്തിട്ട് വന്നു, ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ആർട്ടിക്കിളിൽ എഴുതിക്കൂടെ, കൾച്ചറൽ ട്രാൻസിറ്റ് നിങ്ങളുടെയായിരുന്നു ആളെ എൻ്റെ ടൈറ്റിൽ കൊടുത്തത്. അതായത് കേരള ടു പാരീസ്. ഞാൻ എൻ്റെ ട്രഡീഷൻ ക്യാരി ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രഡീഷൻ ക്യാരി ചെയ്തു എന്ന് ചോദിച്ചു അവർ. അപ്പം എനിക്കറിയില്ല, എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ പണ്ടേ അങ്ങനെ മുണ്ടെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുണ്ടെടുക്കാൻ. ചിലപ്പോൾ ഒരു മോഹൻലാൽ എഫക്റ്റ് ആയിരിക്കാം, മമ്മൂക്ക എഫക്റ്റ് ആയിരിക്കാം, അറിയില്ല. മുമ്പേ അങ്ങനെയാണ്. പാൻറ്റൊക്കെ ഇടും, പക്ഷെ എനിക്കൊരു ഭംഗിയില്ല പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അത് കാരണം ഞാൻ എപ്പോഴും മുണ്ടെടുക്കാറില്ല. അമ്മ എപ്പോഴും സാരിയില്ല. ഈ ടുമാറ്റിനോ ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണ്, അഴിഞ്ഞു പോവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് നടന്നു. കൈലാസ് മാൻസറോവർ പോകുമ്പോൾ ടിബറ്റ് ചെക്ക് പോസ്റ്റിൽ അവർ പറഞ്ഞു സാരി ട്രക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, കാലെടുത്ത് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പോയി, കുഴപ്പമുണ്ടായില്ല. ദുബായിൽ അബുദാബിയിലെ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ, അതിൽ ഞാനൊക്കെ ബാക്കിലെ ബെഞ്ചിൽ പോയി വരി നിൽക്കുമ്പോൾ അമ്മ ഫ്രണ്ടിൽ പോയിട്ട് വരിയിൽ നിൽക്കണു. അപ്പോൾ അവർ പറഞ്ഞു സാരി എടുത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേറെ ഡ്രസ്സില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്തോ അമ്മയെ കണ്ടിട്ടുള്ളൊരു ബഹുമാനം കൊണ്ടായിരിക്കും ഒരു പ്ലാസ്റ്റിക് ജാക്കറ്റ് തന്നിട്ട് ഫുൾ അടി വരെ സിബ് ഇട്ടു. കാരണം അത് സാരി പറക്കുമല്ലോ. അപ്പോൾ ഈ റോളർ കോസ്റ്റർ പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചറസാണ്. അത് കാരണം അതും അങ്ങനെ തന്നെ. അതിപ്പോൾ ചിലപ്പോൾ അവർ പറയുകയാണ് ഈ ഡ്രസ്സിൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ചിലപ്പോൾ അന്നൊരു എക്സ്ക്യൂസ് വേറെ വല്ലതും ഫൈൻഡ് ഔട്ട് ചെയ്തേ ആണോ വേണ്ടാന്ന് വയ്ക്കില്ലേ. നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ചോദിച്ചു നോക്കും. ഞാൻ നല്ലൊരു അമ്മയാണ്, ഒബീഡിയൻ അമ്മയും മോനോ? യാത്രയിൽ അങ്ങനെ ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അമ്മയ്ക്കിപ്പം ഒരു ചെറിയ സ്ഥലം കണ്ടാലും ഒരു വലിയ സ്ഥലം കണ്ടാലും സെയിം എഫക്റ്റാണ്. ഇപ്പം ഇന്ന് തിരുവനന്തപുരം പോണ അതേ മീറ്റർ തന്നെ ആയിരിക്കും ബോംബെ പോയാലും ദുബായ് പോയാലും സെയിം തന്നെ ആയിരിക്കും. ഒരു വാവ് എനിക്ക് തോന്നിയിട്ടുള്ള കൈലാസ് മാൻസറോറിലുള്ള ഒരു വാവ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ലഡാക്കും ഒരു വാവ് തന്നെയാണ്. വേറെ അങ്ങനെ ഒരു പോയാ അടിപൊളി, നന്ന് നമ്മൾ കണ്ടു, നമ്മളത് ആസ്വദിച്ചു. പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണില്ല. അത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ എണീറ്റിട്ട് ഒന്ന് ഡൽഹി പോവാ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ റെഡിയാണ്? പ്ലാനിങ് എങ്ങനെയാണ് യാത്രകൾ? പ്ലാനില്ല, പ്ലാൻഡാ എല്ലാം. പ്ലാൻ ചെയ്തിട്ടുള്ളൊക്കെ പൊളിഞ്ഞിട്ടുള്ളൂ. പ്ലാൻ ചെയ്ത എൻ്റെ എല്ലാ യാത്രകളും പൊളിഞ്ഞു പോയി. റോമിലെ യാത്രയാണോ? റോം അത് പ്ലാൻ ചെയ്ത് പോയത്, അത് പൊട്ടിപ്പോയി. ഇതേപോലെ കഴിഞ്ഞ മാസം ഒരു കാശ്മീർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ മാസം ഞങ്ങൾ പ്ലാൻ ചെയ്താൽ പോയില്ല. അപ്പം അങ്ങനെ അൺപ്ലാൻഡാണ് എപ്പോഴും വർക്കാവുന്നത്.
അപ്പോൾ ഇന്നിവിടെ വന്നു, നാളെ തൃശ്ശൂർ എത്തി, മറ്റന്നാൾ രാവിലെ ലേ പോണോ? ഈസിയാണ്. അങ്ങനല്ല, ഞാനൊരു സാരം പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. അത് കഴിഞ്ഞ് അടുത്ത മാസം 2-ാം തീയതി ലേ പോവുക, അത് ചിലപ്പോൾ പാളും. കാരണം അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വരും, അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വരുമ്പോൾ മാറ്റി വെക്കേണ്ടി വരും. കൈലാസ് യാത്ര മാത്രമേ പ്ലാനായിട്ട് പോയിട്ടുള്ളൂ. കൈലാസ് മാനസറോവർ മാത്രമേ ഞങ്ങളൊരു പ്ലാൻഡ് ഒരു 60 days പ്രിയോർ അതിന് പാസ്പോർട്ട് കൊടുക്കണം, 3 പെർമിറ്റ്സ് എടുക്കണം. അപ്പോൾ അത് മാത്രം ഒരു പ്ലാൻഡ് ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെട്ടിടുക പോവുക. അമ്മയുടെ കയ്യിൽ എപ്പോഴും ഒരു പുതിയ ടെക്ക് ഓഫ് പെട്ടി റെഡി ഉണ്ടാവും എപ്പോഴും. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ആ നാട്ടിലെ രുചികളെ പറ്റിയും സംസാരിക്കും. അപ്പോൾ വ്യത്യസ്ത രുചികൾ നമ്മൾ രുചിക്കും. അങ്ങനെ ഓർക്കാൻ പറ്റുന്ന രുചി ഓർമ്മകൾ ഏതൊക്കെയാണുള്ളത് നിങ്ങളുടെ യാത്രയിൽ? നമ്മളങ്ങനെ ഒരു ഫുഡി അല്ല അല്ലേ? ഞങ്ങൾക്ക് എന്ത് ഭക്ഷണമായാലും ഞങ്ങൾ കഴിക്കും. വെജാണ് ഞങ്ങൾ രണ്ടുപേരും. വെജിറ്റേറിയൻസാ. അതിൻ്റെ ദോഷം ഫിൻലാൻഡിൽ പോയപ്പോൾ ഉണ്ടായി. തായ്ലാൻഡ് ഞങ്ങൾ തായ്ലാൻഡ്, പട്ടായ, ഫുക്കറ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും പോയിണ്ടോ? അമ്മയും കൊണ്ട് വീണ്ടും ചോദിക്കുന്നു, അമ്മയും കൊണ്ട് ഇല്ല. അത് കാരണം തന്നെയാണ് ഞാനിവിടെ ഇരിക്കണേ. കാരണം വെച്ചാൽ അവിടെ വാക്കിംഗ് സ്ട്രീറ്റിൽ ഞാൻ അമ്മയും കൊണ്ടുപോയി, അവിടെ കയറാൻ പാടില്ലാത്ത പല ക്ലബ്ബുകളിലും ഞാൻ അമ്മയെ കൊണ്ടുപോയി. കാണട്ടെ അല്ലേ? എന്താ നമ്മൾ ആൺപിള്ളേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? എന്താ പെൺകുട്ടികൾക്കും കാണണ്ടേ അല്ലേ? അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അങ്ങോട്ടൊക്കെ പോകുമ്പോൾ? കണ്ടിരുന്നു, ആസ്വദിച്ചിരുന്നു. ഞങ്ങൾ സ്ട്രിപ്പ് ക്ലബ്ബിൽ കയറി, എല്ലാ ക്ലബിലും അന്നൊരു 2-3 ക്ലബ്ബിൽ മാറി കയറി ഞങ്ങൾ. പിന്നെ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭാഗ്യത്തിന് എന്നെ വേറെ പെൺകുട്ടികൾ പിടിച്ച് വലിച്ചില്ല, അമ്മയുള്ള കാരണം. എല്ലാവരും വന്ന് കൈ പിടിച്ച് വലിച്ചുകൊണ്ട്, ആൺകുട്ടികൾ തന്നെ നടക്കുകയാണെങ്കിൽ നല്ല സുന്ദരി പെൺകുട്ടികളാണ് വന്ന് കൈ പിടിച്ച് വലിച്ചുകൊണ്ടുണ്ട്. ഇവന് ഞാനൊരു രക്ഷയുള്ള കാരണം പോയില്ല. ഞങ്ങൾ മസാജിന് പോയി, എല്ലായിടത്തും പോയി ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഇതല്ലല്ലോ പറഞ്ഞു തന്നെ, വേറെ എന്തായിരുന്നല്ലോ പറഞ്ഞു തന്നെ. ഇതിനൊരു ഔദ്യോഗിക കുറവുണ്ടാവും കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങളൊരു ഫ്രണ്ട്ലി ചാറ്റിലാണ് സംസാരിക്കുന്നത്. എത്ര നേരം സംസാരിച്ച ആൾക്കാരുടെ ഒരു പാറ്റേൺ ആയിരിക്കില്ല, ക്ഷമിക്കണം. നിങ്ങൾ അമ്മയോടൊപ്പം ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? നാളെ തന്നെ പ്ലാൻ ചെയ്യാൻ പോവുക, പിന്നേക്ക് വെക്കരുത്, ലേറ്റ് ആക്കരുത്. കുറച്ച് കഴിഞ്ഞ് അയ്യോ കൊണ്ടുപോകാമായിരുന്നു എന്ന് വിചാരിച്ച് പശ്ചാത്താപിക്കരുത് എന്നാണ് പറയാനുള്ളൂ. എനിക്ക് ചിലവരിങ്ങനെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇപ്പം ഈ ഈഫിൽ ടവറിൻ്റെ ഒരു റീലുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം. അതിൽ മോർ ദാൻ 11,000 കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാവരുടെയും മേജർ കമൻസ് കിടക്കുന്നത് കൊണ്ടുപോകാൻ പറ്റിയില്ല, ആള് പോയി, അതാ കിടക്കണേ. ആളുള്ള നേരത്ത് കൊണ്ടുപോയിരുന്നു. എനിക്ക് അവരോടൊരു സിമ്പതി തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ, ഉണ്ടായിരുന്നല്ലോ ആള്, ഉള്ള നേരത്ത് ചെയ്തില്ലല്ലോ അല്ലേ? ചിലപ്പോൾ കുറച്ച് റൂഡാവാം, പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം, ബിസി വർക്ക്, തിരക്ക്. പക്ഷെ എന്നാലും ബാക്കിയുള്ളതിനൊക്കെ സമയമുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ സമയമുണ്ട്, ഗേൾ ഫ്രണ്ട്, ഭാര്യ, അതിനൊക്കെ സമയമുണ്ട്. ഇതിന് മാത്രം സമയമില്ല എന്ന് പറയുമ്പോൾ ശരിയല്ല. ഈ ലോകത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ശരത്ത്. കാരണം വാട്സപ്പ് അക്കൗണ്ട് ഇല്ല, അതുപോലെ യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. നിങ്ങൾക്ക് ശരത്തിനെ ഏറ്റവും ബന്ധപ്പെടണമെങ്കിൽ ഫോണ് വിളിച്ചാൽ എടുത്തു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ശരത്ത് പ്രോപ്പറായി റിപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 1-2 മണിക്കൂറിലെങ്കിലും ശരത്ത് റിപ്ലൈ ചെയ്യും, അങ്ങനെ പറയാം. അപ്പോൾ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? വാട്സപ്പൊക്കെ ഇല്ലാത്ത പ്രശ്നം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ആണല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ആരായിട്ടും യാതൊരു ബന്ധം വേണ്ട. പിന്നെ എനിക്കത് ഞാൻ ഒരു 5 കൊല്ലമായി ഇപ്പോൾ വാട്സപ്പ് ഇല്ലാതായിട്ട്. ഞാൻ ശീലിച്ചു, വാട്സപ്പ് ഇല്ലാതെ ഞാൻ ശീലിച്ചു. എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട്, പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. മറ്റേത് നമ്മുടെ കുറേ സമയം പോണു അതിൽ. പിന്നെ ഒരു മെസ്സേജ് അയച്ചാൽ അവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അവരുടെ സങ്കടം വേറെ. എൻ്റെ ചേച്ചിയുടെ മക്കൾ ഫിൻലൻഡിലാണ്. അപ്പോൾ അവള് അമ്മയെ വിളിച്ച് പറഞ്ഞേക്കുക, ശരത്ത് മാമ ബിക്കെയിം സോ ബിസി ദാറ്റ് ഹി കനോട്ട് ഈവൻ റിപ്ലൈ മീ. അതിന് മാത്രം തിരക്കില്ല എനിക്ക്, പക്ഷെ മെസ്സേജ് ഇങ്ങനെ കുറേ വരുമ്പോൾ അടിയിലത്തെ മാഞ്ഞു പോവാം. അപ്പോൾ അവർക്കതൊരു വിഷമമായി. പിന്നെ ഞാൻ ഒരു 5 day മോർണിംഗ് നിർത്തി. ഇപ്പോൾ 5 years ആയി. അമ്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മ നിർവചിക്കുക? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഏറ്റവും സങ്കടം പറയുക സൂര്യനോടാണ്. എൻ്റെ വീട് ഒരു പാടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ പല്ലും ബ്രഷും തേച്ച് പാടം വരെ നടക്കും.
പറയുമ്പോൾ സൂര്യ അത്ര സ്ഥലങ്ങൾ കാണുന്നു, എനിക്ക് എന്തെങ്കിലും ഇതുമാതിരി ഒരു സ്ഥലം കാണാൻ ഭയങ്കര മോഹമായിരുന്നു. അങ്ങനെ മോഹിച്ചിന്ന് സൂര്യൻ്റെ അംശം ഞാനും കണ്ടു തുടങ്ങി. ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യനോട് എന്താ പറയാറ്? ഇപ്പോൾ സൂര്യനെ കാണാത്ത നഗരമധ്യത്തിലാണ്. അത് കാരണം സൂര്യനെ കാണൽ കുറവാണ്. എൻ്റെ വീട് ഗ്രാമപ്രദേശത്താണ്. ഞങ്ങൾ തൃശ്ശൂർ ടൗണിലാണ്. അത് കാരണം സൂര്യനെ കാണൽ കുറവായി, സൂര്യനോട് മിണ്ടലും കുറവാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പോയ എത്ര രാജ്യങ്ങൾ യാത്ര ചെയ്തു, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങൾ യാത്ര ചെയ്തു, ഇതിനൊരു പക്കാ ഒരു ആൻസർ. അതോടൊപ്പം ഏത് സ്ഥലമാണ് ശരത്തിന് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, ഇനിയും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ തൃശ്ശൂർ. തൃശ്ശൂർ. വിദേശത്താണെങ്കിൽ വിദേശം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് വിദേശത്തൊന്നും ഒരുപാട് പോയ സ്ഥലങ്ങളിൽ എന്തായിരിക്കും? ഒരു നമ്മുടെ ലഡാക്ക് തന്നെ. ലഡാക്കാണ് പിന്നെയും ഇനിയും പോണം എന്നൊരു ആഗ്രഹമുള്ള ഒരു സ്ഥലം ലഡാക്കാ. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നാഗാലാൻഡ് അല്ലെങ്കിൽ കോഹിമ അല്ലെങ്കിൽ കാസിരംഗ ആ സൈഡ് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇനി പോവില്ല. ചിലപ്പോൾ അമ്മയെ കൊണ്ട് പോകാൻ വേണ്ടി പോയിരിക്കും. കാരണം അവിടെ പട്ടിയെ നമ്മളിങ്ങനെ ലൈവ് കത്തിക്കുന്നത് കാണാം. കാരണം അവിടെ ഡോഗ് മീറ്റ് കഴിക്കുമല്ലോ. അപ്പം ഞാൻ ഈ വെജിറ്റേറിയൻ ആയാലും നമ്മൾ വെജ് കഴിക്കുമ്പോൾ അവർ അതിനൊരു ഒരു ഒരു ഡോഗ് സ്മെല്ല് വരും. ഞാൻ ലൈവ് ഇങ്ങനെ ആ മാർക്കറ്റിൽ കണ്ടു, ഇങ്ങനെ കരിയിക്കുകയാണ് പട്ടിയിൽ നിന്നിട്ട് ഇങ്ങനെ, അങ്ങനെ അതിനെ കൊല്ലണേ. പിന്നെ അവർ ഈ തവള പാറ്റ പൂച്ചയൊക്കെ കഴിക്കും. അപ്പോൾ ആ സിറ്റിക്ക് തന്നെ അങ്ങനെ ഒരു ഫൗൾ സ്മെല്ലുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഇനി ഞാൻ പോവില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കോഹിമ പോവില്ല ഈ ഇങ്ങനെ കണ്ട കാരണം. പക്ഷേ അപ്പുറത്ത് കാസിരംഗയിൽ റൈനോസറസ് കാണണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. പക്ഷേ എപ്പോഴും വീണ്ടും വീണ്ടും ഒരു മാഗ്നറ്റ് പോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലഡാക്കാണ്. ഇനിയും പോകണം. നേരത്തെ നമ്മളിപ്പോൾ എത്ര നേരം സംസാരിച്ചാൽ തന്നെ ഞാൻ 3 ലഡാക്ക് പറഞ്ഞു അല്ലേ. മറ്റന്നാൾ പോകണമെങ്കിൽ ഈസിയാണ്. അതെന്താ വെച്ചാൽ അതിനോടാണ് ഒരു ഇഷ്ടം, ഒരു പ്രേമം എന്ന് പറയുന്നത് ലഡാക്കിനോടാണ്. എന്തായിരിക്കും ആ പ്രേമത്തിന് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ സ്ഥലത്തിൻ്റെ ഭംഗി, അവിടുത്തെ ആൾക്കാരുടെ ബ്യൂട്ടി, ആ ഒരു നാടിൻ്റെ ഭംഗി. ഞങ്ങളവിടെ ആദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരൻ്റെ ഒരു ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത് ലഡാക്കിലാണ്. ഞങ്ങളുടെ റൂം തുറന്നു കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഇങ്ങനെ കാണാം. അവിടെ ഒരു 3-4 ദിവസം താമസിച്ചു. അവിടുന്ന് ഇറങ്ങുന്ന ദിവസം ആളുടെ ഭാര്യയും അമ്മയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുണ്ട്. അവർക്ക് മലയാളം അറിയില്ല, ആ ചേച്ചിക്ക് നമ്മുടെ ഭാഷ അറിയില്ല, അമ്മയ്ക്ക് അവരുടെ ഭാഷ അറിയില്ല. പക്ഷേ ഭയങ്കര കൈൻഡ് പീപ്പിളാണ്, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ സാധാരണ അവിടുന്ന് കാശ് കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള ഫുഡ് ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് ഫ്രഷ് ആപ്പിൾ ഇങ്ങനെ പൊട്ടിച്ച് കവറിലിട്ട് തന്ന്, പുള്ളിക്കാരൻ്റെ മറ്റേ ഇൻ്റർനെറ്റിൻ്റെ ഒരു മോഡം പുള്ളി എനിക്ക് തന്നേക്കാ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഈ എപ്പോഴും ഇങ്ങനെ സ്റ്റോറി ഇട്ട് നടക്കുന്നത് പുള്ളി കണ്ടു, അങ്ങനെ ആയിരിക്കാം. പുള്ളി പറഞ്ഞു, ഡ്രൈവർ കയ്യിൽ കൊടുത്താൽ മതി, നിങ്ങൾ പോണ വഴിയിൽ വെച്ചോ. ആരെങ്കിലും ചെയ്യൂ. നമ്മളാണെങ്കിൽ അയ്യോ വേണ്ട 2000 രൂപ പോവില്ലേ എന്നാലോചിക്കില്ലേ. അപ്പം അത്രയും കൈൻഡാണ് അവിടുത്തെ ആൾക്കാർ. ഭയങ്കര ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു വയസ്സായൊരു സ്ത്രീ തലയിൽ വിറക് വെച്ച് പോവാണ്. അപ്പം നമ്മളെ ഒരു പരിചയമില്ലാത്ത എന്നെ നോക്കി ജുള്ളേ എന്ന് പറഞ്ഞ സ്വാഗതം. നമ്മളെവിടെ എങ്ങനെയാ ഒരു പരിചയമുള്ള ആൾ കണ്ട ഇങ്ങനെ തലവരച്ചു. ആ ഒരു വ്യത്യാസം, ആ ഒരു സ്നേഹവും ഭയങ്കര കൂടുതലാണ് അവിടുത്തെ ജനങ്ങൾക്കും. പിന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് ആ നാട്, ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് പ്രയാസം തോന്നിയ സ്ഥലങ്ങൾ ഏതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ സ്ഥലം? ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ലേ തന്നെയാണ്. തന്നെ പ്രയാസം തോന്നിയ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച നിമിഷം എന്തായിരുന്നു യാത്രയിൽ? യാത്ര അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൈലാസ് യാത്രയിൽ മാത്രം മൂക്കുന്ന ചോര വന്നു, അത്രമാത്രം ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ. പിന്നൊക്കെ ഞാൻ ഇപ്പോൾ വനാണ് ബുദ്ധിമുട്ട്. ശബരിമലയ്ക്ക് പോയി ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം. അമ്മ സുഖമായിട്ട് കയറി പോന്നു, ഞാൻ മറ്റേ എനിക്കാ ബുദ്ധിമുട്ട്. അല്ല, ഞാൻ ഈ പോയിന്റിലേക്ക് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മലക്കയറ്റത്തിനായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പേ പ്രാക്ടീസ് ചെയ്യണം, ഒരുങ്ങണം. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടത്? ഈ കൈലാസ് മാൻസറോവർ യാത്രയ്ക്ക് മുമ്പ് ചെയ്തിരുന്നു. അമ്മ സ്ഥിരമായിട്ട് വടക്കുന്നാനിൽ എന്നും തൊഴാൻ പോയിരുന്നു. അത് തൊഴാന്നുള്ളതിനൊക്കെ ഉപരി അതിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം വയ്ക്കുക. 563 ദിവസം കണ്ടിന്യൂസ് പോയി വിത്തൗട്ട് ബ്രേക്ക്. അതാണ് ഒരു എക്സസൈസ്, അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ കയറി പഠിക്കണം. അത് അങ്ങനെ നമ്മളുടെ അല്ലാണ്ട് വലിയ യോഗ വേണം, അല്ലെങ്കിൽ വലിയ എക്സസൈസ് വേണം, ഭയങ്കര കാർഡിയോ വേണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം
ഞങ്ങൾ അത്രയും 18,500 ഫീറ്റ് വരെ ട്രക്ക് ചെയ്തു, നടന്ന് തന്നെ പോയത്. എനിക്ക് വലിയ ജിമ്മിന് പോക്കൊന്നുമില്ല, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള യോഗ എന്ന് പറയാനൊന്നുമില്ല. ബേസിക്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര തലത്തിലുള്ള ഒന്നുമില്ല. അമ്മയ്ക്ക് ഇനി കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ? നീണ്ടു കിടക്കല്ലേ. അയ്യോ, ഇനിയോ? കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കംബോഡിയ പോകണം, പിന്നെ ചൈന, ജപ്പാൻ, ഇപ്പം ഈ പോയതൊന്നൊന്നുമല്ല അല്ലേ? വേണ്ടതുണ്ട് നമുക്ക് ആഗ്രഹങ്ങൾക്ക്. ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ആഗ്രഹങ്ങൾ തീരില്ലല്ലോ. ഒരെണ്ണം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ലൈഫിൽ ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ സ്ഥലവും ഞാൻ ചെക്ക് ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞു. എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയും കൊണ്ട് ഇന്ന സ്ഥലത്ത് പോകണം, അത് ഇന്ന ഇയറിനുള്ളിൽ പോകണം. എനിക്ക് അമ്മയും കൊണ്ട് കൈലാസ് മാൻസറോവർ പോകണം, ലഡാക്ക്, കാർദുംഗ്ലയിൽ ബൈക്കിൽ തന്നെ പോകണം, കാറിലല്ല ബൈക്കിൽ തന്നെ പോകണം. അതൊക്കെ ഞാൻ ടിക്കടിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് അടുത്ത ലിസ്റ്റും കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 200 അടിയെ പൊക്കുള്ളൂന്നേ. അപ്പൊ ഇനി യാത്രകളില്ലേ ശരത്തിന്? ഉണ്ട്. പിന്നെ ശരത്തിന്റെ ലിസ്റ്റിൽ ഏതൊക്കെയുള്ളത്? ശരത്തിന്റെ ലിസ്റ്റിൽ ഏതൊക്കെയാണ്? എൻ്റെ ലിസ്റ്റ് കഴിഞ്ഞു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ബോണസ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അത്യാഗ്രഹവും അത്യാർത്തിയിലും കാണണം എന്ന ആഗ്രഹമുള്ള സ്ഥലങ്ങൾ സാഹചര്യവും സാമ്പത്തികവും ഒരുമിച്ച് വരുമ്പോൾ പോവാം. ഈ പുതിയ ഡെസ്റ്റിനേഷനുകൾ എങ്ങനെ കണ്ടെത്തുന്നത്? അത് ഡിപ്പെൻസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെ പോയല്ലോ, ഞങ്ങൾ ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ. ആക്ച്വലി അതൊരു പ്ലാനിലേ ഇല്ലായിരുന്നു. എൻ്റെ സിസ്റ്റർ ഫിൻലാൻഡിൽ, അവർ കഴിഞ്ഞ കൊല്ലം യൂറോ ട്രിപ്പ്, അതും ഒരു ട്രാവലറാണ്, പുള്ളിക്കാരി നാട്ടിൽ വന്നില്ല. അപ്പം ഞാൻ ഈ കൊല്ലം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, ഞാൻ അമ്മയും കൊണ്ട് കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫിൻലാൻഡ് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യണ സമയത്ത് എൻ്റെ ഒരു ഹോളിഡേയ്സിലുള്ളൊരു കമ്പനി അർജുൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, ചേട്ടാ എന്തായാലും നിങ്ങൾ ഷെങ്കൻ വിസ എടുക്കുക, അങ്ങനെയാണെങ്കിൽ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ കവർ ചെയ്തുകൂടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഞാനിത് റൂട്ട് ചെയ്ത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തല്ല. എനിക്ക് തോന്നുന്ന ഋത്തിക് റോഷൻ്റെ സിനിമയിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ളതാണ് ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ, ഈ ജിന്ദഗി വൽദുവാന, ആ മൂവിയിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആലോചിക്കണില്ല ആ ഒരു ക്രൗഡിലേക്കും ആ ഒരു പരിപാടിയിലേക്കും നമ്മൾ ചെന്ന് ഇതുപോലെ വീഴുന്നും എത്തിപ്പെടുന്നും. അതും ആ പരിപാടിയുടെ സെൻറ്ററിൽ നമ്മൾ ചെന്നെത്തുക. ഏത് തൃശ്ശൂർ പൂരത്തിന് മറ്റേ കുടമാറ്റത്തിന് നടുവിലെത്തി നിൽക്കണ പോലെയാണ് ആ പരിപാടിയുടെ അവിടുത്തെ ആ പരിപാടി. അതിൻ്റെ മെയിൻ സ്പോട്ടിൽ ഈ ട്രക്കുകൾ വന്ന് ഈ ടൊമാറ്റോ ഡൗൺലോഡ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഇങ്ങനെ അവരിങ്ങനെ ഹോണടിച്ച് ഒരു 6 ട്രക്ക് വന്ന് ഈ ടൊമാറ്റോ ഫുൾ ആ റോട്ടിൽ സ്പ്രെഡ് ചെയ്യും. അതിൽ അമ്മ കിടന്ന് ഉരുളണ വീഡിയോസ് കമ്പൽസറി നിങ്ങൾ കാണണം. അതായത് ഈ 66 വയസ്സെന്ന് പറഞ്ഞ ആളൊരു ഒറ്റയടിക്ക് 17 വയസ്സിലേക്ക് വന്നു. ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ആ ടൊമാറ്റോയിൽ കിടന്ന് തിരിയുക. അത് അവിടുത്തെ പിള്ളേർ പോലും അങ്ങനെ ചെയ്യുന്നില്ല. അവരെന്നും കാണുന്നില്ലേ, ഞാനല്ലേ കാണാത്തുള്ളൂ. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങിയത് സോളോ യാത്രകളെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. ഈ ശരത്തിന് അമ്മയില്ലാതെ ഒരു യാത്ര മനസ്സിലുണ്ടോ? ഇല്ല. എനിക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മൂകാംബിക പോയിരുന്നു. ഞാൻ മൂകാംബികയിൽ പോയി നമ്മളൊരു കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് ആ സാധനം എടുത്ത് തരുമെന്ന് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കാറിൽ പോണ നേരത്ത്. അപ്പോൾ അമ്മ ഇല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കുറവുണ്ട്, ഒരു ഭംഗിയില്ല ആ ഒരു യാത്രയ്ക്ക്. അമ്മയ്ക്കോ? ഞാൻ പോവാറില്ലല്ലോ അവനില്ലാതെ. എല്ലാ യാത്രകളും അവനോട് കൂടിയിട്ടാ പോകും. സോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? തീരെ ഇല്ല. എനിക്കെപ്പോഴും ചെറാപ്പറ വർത്തനം പറയാൻ ഒരു കമ്പനി ആവാൻ വേണം. യാത്ര ചെയ്യാൻ വൈകി എന്ന് തോന്നിയായിരുന്നോ എപ്പോഴെങ്കിലും? യാത്ര ചെയ്യാൻ വൈകി എന്ന് തോന്നിയോ? നമ്മൾ ലേറ്റായി യാത്ര തുടങ്ങാൻ? തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ ലൈറ്റായി, ബൈക്കുമ്മേ കയറാൻ ലൈറ്റായി, കുറേ കാര്യങ്ങളുണ്ട്. ആ കഥയൊന്ന് പറഞ്ഞു കൊടുക്കും ശരത്തെ. ബൈക്ക് യാത്ര അമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ ബൈക്കുമെന്ന് വീണിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ട് അമ്മയുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു ട്രോമ കാരണം അമ്മയ്ക്ക് ബൈക്കുമ്പോൾ പോകണ്ട. എൻ്റെ കയ്യിലൊക്കെ നല്ല വലിയ 1000 cc ബൈക്കുകൾ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കണ കാലത്ത്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരു ആക്റ്റീവ സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അന്നൊക്കെ ഞാൻ ആ ബൈക്കുമ്പോൾ വിളിച്ചപ്പോൾ അമ്മ വന്നിട്ടില്ല. ഇപ്പം ഇന്ന് ഞാൻ 2016 ലഡാക്കിൽ അങ്ങനെ പോണ വഴിയിൽ കാറിലാണ് പോയത്. അവിടെ എത്തിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്കൊരു ബൈക്ക് എടുത്തൊന്ന് കറങ്ങാം, ഭയങ്കര രസമാണ്, നമുക്ക് മേഘങ്ങളെ ഇങ്ങനെ തൊട്ടു പോവാം, മൗണ്ടൻസ് നമ്മുടെ കാൽച്ചോട്ടിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രലോഭിപ്പിക്കുക. അപ്പം അമ്മ പറയാം വേണ്ട. ഞാൻ അങ്ങനെ അമ്മ ബൈക്കിൽ നിന്ന് വീണ ആ ഫ്രെയിം ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പതുക്കെ കൊണ്ടുപോകാം, ഭയങ്കര സ്ലോയിൽ പോവാം,
കാറിലിരുന്ന് അതൊരു ക്ലോസ്ഡ് സർഫസാണ്, നമുക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കാണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോട് അമ്മ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്ന ഫ്രെയിം ഹിന്ദി സിനിമയാണ്. അതായത് ഞങ്ങളിങ്ങനെ മൗണ്ടൻസ് ഇങ്ങനെ ഹെയർ പിൻ ഇങ്ങനെ കയറുന്നു, തിരിഞ്ഞ് മുകളിലെത്തുമ്പോൾ ഈ റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഈ മിററിൽ നോക്കുമ്പോൾ കാണുന്ന ഫ്രെയിം അങ്ങനെ അമ്മ ഇരുന്ന് ആ ഒരു മൗണ്ടൻ ആ മുകളിലേക്കുള്ള റൈഡ് എൻജോയ് എന്താ. മുകളിലെത്തി താഴേക്ക് എത്തുമ്പോൾ ഞാൻ വേറെ കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ എത്തി അവിടുന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരു അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ കാറ് പറഞ്ഞു വെച്ചപ്പോൾ അമ്മ പറയാം നമുക്കിനി ബൈക്കിൽ തന്നെ പോകാമെന്ന്. അപ്പോൾ ദാറ്റ്സ് ഹൗ നമ്മൾ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യുക. അത് വൺസ് അത് നമ്മൾ ബ്രേക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ച് തൃശ്ശൂർക്ക് ബൈക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അമ്മ റെഡിയാ, വെരി ഈസി. ഇതൊക്കെ കേട്ടിരിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ശരത്ത് എങ്ങനെയാണ് പൈസ അല്ലെങ്കിൽ പണം ഈ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? സാമ്പത്തികം ഇവിടെ വെളിപ്പെടുത്തണം അല്ലേ? സാമ്പത്തികമല്ല, എന്നാലും പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത് ഒരു സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഈ അമ്മയോടൊപ്പമുള്ള യാത്രകൾ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകും. ശരത്ത് എങ്ങനെയാണ് യാത്രയ്ക്ക് സാമ്പത്തികമായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെറുതെ അല്ല തന്നെ ചോദിക്കാൻ പിടിച്ചിരുത്തിയത്. ആക്ച്വലി ഇപ്പോൾ വെരി സിമ്പിളായിട്ട് പറയാം, ഈ കൈലാസ് മാനസറോവർ യാത്ര നമുക്കൊരു ക്ലോസ് ടു 2 ലക്ഷത്തോളം വേണം. അപ്പോൾ എനിക്കും അമ്മയ്ക്കും എന്ന് പറയുമ്പോൾ 4 പ്ലസ് അവിടുത്തെ എക്സ്ട്രാ ഷർപ്പ, അവിടുത്തെ കിന്നി പിന്നി എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ചിലവ്. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഒരു മാസം മാറ്റാൻ വരുമാനമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. അപ്പോൾ എൻ്റെ ചേച്ചി എഗെയിൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിൻലൻഡിലാണ്. ചേച്ചി ഫിൻലൻഡിൽ പോകുമ്പോൾ അവളുടെ സ്വർണ്ണമൊക്കെ സേഫായി എടുത്തു വയ്ക്കാൻ എൻ്റെ കയ്യിൽ തന്നു, മരമണ്ടി. ഞാനതെന്ത് ചെയ്തു, ബാങ്കിൻ്റെ ലോക്കറിൽ ഒരു പേപ്പറിൽ ഒപ്പിട്ടെടുത്തിട്ട് സേഫായി എടുത്തു വെച്ചു. എന്നിട്ട് കുറച്ച് കാശ് അവരുടെ നിന്ന് മേടിച്ചു. അങ്ങനെ നിങ്ങൾ ശരിക്കും ഞാനത് സത്യമായിട്ടുള്ള കാര്യം, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം ഈ സെയിം സാധനം ഞാനിങ്ങനെ നമ്മുടെ ആ യാത്രയിൽ എന്ന് പറഞ്ഞിട്ട് കുളങ്ങര സാറിൻ്റെ സഞ്ചാരി ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലടിയിലൊരു പയ്യൻ കമൻ്റ് ഇട്ട് ചേട്ടാ ഈ റോളക്സ് കെട്ടിയിരുന്നിട്ട് പിച്ചത്തരം പറയല്ലേ എന്ന്. റിയാലിറ്റിയാ, നമുക്ക് അവരോട് മറുപടി പറയാൻ പറ്റില്ലല്ലോ. റിയാലിറ്റിയാ, ഞങ്ങളങ്ങനെ സ്വർണം പണയം വെച്ച ആ യാത്ര പോയത്. അത് കാണുന്നവർക്ക് അവനെന്തും പറ്റും, കാശുള്ളതല്ല, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നമുക്കെല്ലാം അറിയുള്ളൂ അവിടെ പണയം വെച്ചിട്ട് പോയിട്ടില്ല എന്നുള്ളത്. എന്നിട്ട് പെങ്ങളുടെ സ്വർണ്ണം എടുത്തോ? എടുത്തു കൊടുത്തു. 2018 പെങ്ങളെ പറ്റി പറയുമ്പോൾ പെങ്ങള് യാത്രയിൽ കൂടണം, അവൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല. ഇനിയിപ്പോൾ ഈ മാതൃഭൂമിയിൽ ഇത് കണ്ടിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. പെങ്ങള് യാത്രയിൽ കൂടണം എന്ന് പറയാറില്ലേ? യാത്രയിൽ ഒരുമിക്കാൻ ഞാനും വരട്ടെ. എൻ്റെ ഒരു പാറ്റേണിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ചേച്ചിക്കും എനിക്ക് ചേട്ടനും യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം ഞാൻ അച്ഛൻ്റെ പാറ്റേൺ പറഞ്ഞില്ലേ, ആ പാറ്റേണിൽ നമുക്കും പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഫിൻലൻഡിൽ ചെന്നിട്ട് ഞങ്ങൾ 1000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ലാപ്ലാൻഡ്, അതായത് ആർട്ടിക് സർക്കിളിലേക്ക് പോയി. അതെന്താ, സാന്താക്ലോസിൻ്റെ വീട്, ആളുടെ ഓഫീസ്, ഒറിജിനൽ സാന്താക്ലോസ് പുള്ളിക്കാരനെ ഞങ്ങൾ കണ്ടിരുന്നു. ആളുടെ വീട്, ആളുടെ ഓഫീസ്, ആളുടെ പോസ്റ്റ് ഓഫീസ്, അതെല്ലാം പോയി കണ്ടു. അപ്പം ഞങ്ങൾ ആ യാത്രയിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചേച്ചിയുടെ ട്രാവൽ സ്കിൽസിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെന്നേക്കാൾ ഭീകരിയാണ്. കാരണം വെച്ചാൽ ഈ ഫിൻലൻഡിലൊക്കെ ഒരു 300 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പോ അല്ലെങ്കിൽ വാഷ്റൂമോ ഒക്കെ ഉള്ളൂ, ഇടയിലൊന്നുമില്ല. റോട്ടിൽ നിർത്തി ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ല, കേസാണല്ലോ. അപ്പോൾ ഇവരിത് ഇവിടുന്ന് തുടങ്ങണതിന് മുമ്പേ മാപ്പ് നോക്കിയിട്ട് അടുത്തത് ഇന്ന സ്ഥലത്ത്, അവിടുന്ന് നമുക്ക് ഡീസൽ അടിക്കാം, പെട്രോൾ അടിക്കാം, അവിടുന്ന് നമുക്ക് ഭക്ഷണം മേടിക്കാം. ആൻഡ് അത് പ്ലാൻഡ് അവരുടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അവർ പോണത്. ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തിയിട്ട് അവിടെ എത്തി, ഇനി എന്ത് ചെയ്യാം, അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. ശരത്തിനെ കുറിച്ചും പറയുമ്പോൾ അമ്മയെക്കുറിച്ചും പറയുമ്പോൾ അമ്മയ്ക്ക് മകനോടൊപ്പമുള്ള യാത്രകൾ എന്ന് പറഞ്ഞു, ഭർത്താവിനോടൊപ്പമുള്ള യാത്രകൾ ഇനി സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പമുള്ള യാത്രകൾ ചെയ്തിരുന്നോ ഇതുപോലെ? അതായത് ഓർമ്മകൾ നമ്മൾ സാധാ ചെറിയ അമ്പലങ്ങൾ, നമ്മൾ മറ്റും തിരുപ്പതി, മൂകാംബിക, അങ്ങനത്തെ ലോക്കലുകൾ. ഹെവികൾ അച്ഛൻ്റെ കൂടെ പാടാ. അച്ഛനിപ്പോൾ പോയാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തും തോന്നുന്നുണ്ടോ? പെട്ടി കൊണ്ടുപോകേണ്ടി വരും. അച്ഛൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒരു മെൻ്റൽ കേപ്പബിലിറ്റി, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എവിടെ എത്തണമെന്ന് വെച്ചാൽ അവിടെ പോയി ആദ്യം രാവിലെ അമ്പലത്തിൽ പോവും, വൈകിട്ട് ക്ലബ്ബിൽ പോവും.
ചില സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വരുന്നുണ്ട്. ശരത്തിന് അതായത് അമ്മയോടൊപ്പം മാത്രം യാത്ര ചെയ്താൽ മതിയോ, ഒരു പങ്കാളിയെ കണ്ടെത്തേണ്ടത്? ശരത്ത് തീരുമാനിക്കേണ്ട എന്താ കാര്യമല്ലേ? ചോദിക്കാത്ത? ശരത്ത് പറഞ്ഞതാണ് ഈ ചോദ്യം. എന്താണ്? അല്ല, ചോദ്യം വ്യക്തമായില്ല. അങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഈയിടെ കുട്ടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പം വന്നു. ഞാനിപ്പോൾ ഈ അടുത്തൊരു ഒരു റീലിട്ടിരുന്നു. ഇങ്ങനെ ഒരു ദുബായ് പൂരത്തിന് പോണതിന് മുമ്പ് അത് വീഡിയോ എടുക്കാൻ വന്ന എൻ്റെ ഒരു സുഹൃത്ത് നിതിൻ, അവൻ ശരിക്കും ചോദിച്ചതാ, ചേട്ടാ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അതവൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുമില്ലടാ ചുമ്മാ എന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു സാഡ് മ്യൂസിക്കൊക്കെ കയറ്റി സാധനം വേറെ ടൈപ്പാക്കി പുള്ളി. ഞാനത് പോസ്റ്റ് ചെയ്യാനുള്ള റീസൺ, ഞാൻ ആക്ച്വലി കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ സ്റ്റോറീസിലൊക്കെ എൻ്റെ നീസ്, ചേട്ടൻ്റെ മക്കളൊക്കെ എപ്പോഴും വരും. എപ്പോഴും സ്റ്റോറീസിൽ ഞാൻ അവരെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെ വിചാരം അതെൻ്റെ മക്കളാണ്. അതിൽ കുറേ ആൻറ്റിമാർ ചോദിക്കുന്നു, അല്ലെങ്കിൽ അമ്മൂമ്മമാർ ചോദിക്കുന്നു, അപ്പോൾ ഭാര്യയായിട്ട് പിണക്കത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നു. അതായത് ഭാര്യയുടെ പടം എവിടെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പിക്ചർ ഓഫ് എ ഫീമെയിൽ എൻ്റെ വൈഫാന്ന് പറഞ്ഞ് എവിടെയും കാണുന്നില്ല. അപ്പോൾ എല്ലാവരുടെ വിചാരം കല്യാണം കഴിച്ചു, കുട്ടികൾ എൻ്റെ കൂടെയാണ്. അതിൽ ഞാൻ വെണ്ടയ്ക്കാക്ഷരത്തിൽ നീസ് എന്ന് എഴുതി #, ഇട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അവർ വായിക്കുന്നത് നൈസ് എന്നാ. ഞാൻ എന്ത് ചെയ്യുന്നു, അവർ വായിക്കുന്നത് നൈസ് ആർ ദ ബെസ്റ്റ് എന്നാണ് അവർ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടു. കാരണം വെച്ചാൽ അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ കല്യാണം കഴിച്ചു, ഭാര്യ വേറെ പോയി, കുട്ടികൾ വേറെ എൻ്റെ കൂടെ താമസിക്കുന്നു എന്നുള്ളത്. കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അവസാനമായിട്ട് 2 പേരോട് ഒറ്റ ചോദ്യം. അവസാനമായിട്ട് അതെ, ഇനി അവരുടെ സമയമാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ എപ്പോഴും പ്രിയപ്പെട്ട ഇടമാകുന്നു? എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ജനിച്ച സ്ഥലം, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, ഞാൻ കണ്ടതിൽ സങ്കടപ്പെടാൻ ഒരു ദിവസം തരാത്തൊരു സ്ഥലമാണ് തൃശ്ശൂർ. എന്നും പരിപാടികളാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് കൾച്ചറൽ ക്യാപിറ്റൽ. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഉത്സവം കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്നും പരിപാടികളാണ്. എന്നും എവ്രി സിംഗിൾ ഡേ കഥകളി ഉണ്ടാവും, പാവക്കൂത്ത് ഉണ്ടാവും, കുമ്മാട്ടി ഉണ്ടാവും, പെരുന്നാളുണ്ടാവും, ചന്ദനക്കൂട ഉണ്ടാവും, എഗെയിൻ പൂരം വരും, വേല വരും, കണ്ടിന്യൂസ് വരും. എൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു അങ്കിളും ഒരു ആൻറ്റിയും ഞാൻ പരിചയമുള്ളതല്ല, പക്ഷെ അവർ തൃശ്ശൂർ വന്നിട്ട് എനിക്ക് പരിചയതാണ്. അവരിവിടെ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് തിരുവനന്തപുരത്താണ്. അവരുടെ റൂട്ട്സും ഫാമിലിയും ഒക്കെ ട്രിവാൻഡ്രം. അവർ ഈ അടുത്ത് റിട്ടയർ ചെയ്തിട്ട് തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വന്നൊരു ഫ്ലാറ്റ് മേടിച്ചു. അപ്പോൾ പുള്ളിയുടെ മകനെ എനിക്കറിയാം. പുള്ളി ലണ്ടനിലാണ്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, അച്ഛൻ എന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്, എപ്പോഴാണെന്ന് ഒന്ന് കണ്ടോളണം. അങ്ങനെ ഞങ്ങളൊരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം മോൻ എപ്പോഴും ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എനിക്കൊരു അരോചകത്വം തോന്നിയിരുന്നു. പലവർക്കും എൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് 52 പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കറണ്ട് ബുക്സ് പബ്ലിഷർ ചോദിച്ചു, ഇത്ര തവണ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇരുന്നോട്ടെ, എൻ്റെ നാടല്ലേ. ആ അങ്കിള് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, രാവിലെ എൻ്റെ വടക്കുന്നാലിലേക്ക് പോകാം, വൈകിട്ട് പാർമയ്ക്ക് പോകാം, തിരുവമ്പാടി പോകാം, അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഗുരുവായൂരും പോകാം. ചിൽഡ് ലൈഫ് അത്ര. അതായത് തിരുവനന്തപുരംകാരാ, അവരിവിടുത്തെ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ വിറ്റ് തൃശ്ശൂർ വന്ന് സെറ്റിലായി. ആൻഡ് അവരിപ്പോൾ തൃശ്ശൂരാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും തൃശ്ശൂർ ഒരു ഭംഗിയുള്ള നഗരമായി, അതെൻ്റെ നാടായ കാരണമായിരിക്കും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എവിടെ പോയി, ഏത് പാരീസിൽ പോയാലും തിരിച്ച് ആ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ളൊരു ഫീൽ ഗുഡ് പാരീസിൽ നിന്നാലും കിട്ടില്ല. അമ്മയ്ക്കും അതേ അഭിപ്രായമാണോ? ഞങ്ങൾക്കൊരു ലൂപ്പാണ് തൃശ്ശൂർ റൗണ്ട്. അത് രക്ഷയില്ല, രക്ഷപ്പെടലുകളില്ല. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഏത് യാത്ര കഴിഞ്ഞാലും മടക്കുന്നതിനൊരു പ്രദക്ഷിണം വെച്ച സന്തോഷം. അറിഞ്ഞോ അറിയാതെയോ തൃശ്ശൂരുള്ള എല്ലാ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം പല തവണ വടക്കുന്നതിനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ആ റൗണ്ട് അടിച്ച ഒരു പ്രദക്ഷിണയില്ലേ? അപ്പോൾ നിങ്ങളുടെ സമയമാണ്. ശരത്തിനോടും അമ്മയോടും ചോദ്യങ്ങൾ ചോദിക്കാം. കൊല്ലരുത്. ശരത്ത് ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പോയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്തൊക്കെയായിരുന്നു? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനകത്ത് കക്ഷി രാഷ്ട്രീയമായി നോക്കുന്ന അവിടുത്തെ ജനതകളുടെ ലിവിങ് എങ്ങനെയായിരുന്നു, അവരുടെ ആ സമൂഹം എങ്ങനെയായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട സമൂഹം ഏതാണെന്നുള്ള കാര്യത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊരു വ്യൂ ഞാൻ ചെയ്തിട്ടില്ല സാറേ, ടു ബി ഫ്രാങ്ക്ലി.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ലഡാക്കിലാണ്. ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻകാർ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാൾക്കാരാണ്. ഒരു വഴിയൊന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് നിൽക്കാൻ നിൽക്കുമ്പോഴേക്കും അവർ നടന്നു പോകും. നമ്മൾ മലയാളികളാണെങ്കിൽ നമ്മുടെ പണി നിർത്തിയിട്ട് അയാളെ ചിലപ്പോൾ കൊണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ചു വരും. ഞങ്ങൾ എഗെയിൻ ബാക്ക് ടു കൈലാസ് മാൻസറോവർ. ഐ എം സോ സാഡ് ആൻഡ് സോറി ടു സേ ദിസ്. അതായത് ടിബറ്റിലെ പാസ്പോർട്ട് പിടിച്ച് എമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ചൈനക്കാരി പെൺകുട്ടിയെ എന്നോട് മാറിക്കാൻ പറഞ്ഞു. അവരെ ആദ്യം കയറ്റി, അവരെ സ്റ്റീൽ ചെയ്തിട്ടാണ് അത് കഴിഞ്ഞാണ് എന്നെ കയറ്റിയത്. അവർ തൃശ്ശൂർ പൂരത്തിന് വന്നാൽ നമ്മൾ ചെയറിട്ടിരുത്തി കൊടുക്കും കാണിക്കാൻ. അപ്പോൾ എനിക്ക് അങ്ങനൊരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ 2-3 അനുഭവങ്ങൾ ഇതൊരു സ്കാറായി എനിക്ക് കിടക്കുന്നുണ്ട്. ഈ ചൈനക്കാരി ബാക്കിൽ നിൽക്കുമ്പോൾ മാറിക്കൂ, ഞാൻ പാസ്പോർട്ട് പിടിച്ച് നിൽക്കുക, എൻ്റെ ആയി, ഞാൻ കൗണ്ടറിലാണ് നിൽക്കണേ. അപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്ന ചൈനക്കാരി കണ്ടപ്പോൾ മാറിക്കാൻ പറഞ്ഞു. അവരെ കയറ്റി നിർത്തി, അവരെ സീൽ ചെയ്തിട്ട് എൻ്റെ മേടിച്ചു. എനിക്ക് ഉള്ളിൽ ഞാൻ എല്ലാ ഭാഷയിലും അവനെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൈലാസത്തിലേക്കുള്ള എൻട്രിയാണ്. നെക്സ്റ്റ് ഡേ ഞാൻ മാൻസറോവർ എത്തി. അപ്പം മിണ്ടാണ്ടിരിക്കുകയാണ് ബുദ്ധി. കാരണം അവർക്ക് കിടത്തണ്ടാന്ന് തോന്നി അപ്പം തന്നെ തിരിച്ചു വിടാൻ പറ്റും. നമ്മൾ അവരുടെ അടുത്ത് ഒരു സർക്കസിനും, ചൈനക്കാരല്ലേ, ഒന്നും പറ്റില്ല. അവരെ നമ്മൾ കേട്ടിട്ടുള്ള അവരുടെ ആ റൂഡിസം അവരുടെ പ്രവൃത്തിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. പിന്നെ ജർമ്മൻകാർ നമ്മൾ സംശയം ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും നടന്നു പോകും. നമ്മൾ പിന്നെ അടുത്ത ആൾ വരണവരെ വെയിറ്റ് ചെയ്യണം അവിടെ. ഈ ആൾക്കാരുടെ ബ്യൂട്ടി ലഡാക്കാണ്. മേ ബി ഞാൻ കൂടുതൽ പോയിട്ടുള്ളതും കൂടുതൽ അടുത്തിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ആയ കാരണമായിരിക്കും ആ സ്ഥലത്തിനേക്കാൾ ഭംഗി അവിടുത്തെ ആൾക്കാർക്കുണ്ട്. താങ്ക് യു. നമ്മുടെ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ, അതായത് നിത്യജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ കമ്മിറ്റ്മെൻറ്റ്സിൽ നിന്ന് യാത്രകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടെക്നോളജി. ഓക്കെ, ജസ്റ്റ് വൺ വേർഡ്, ടെക്നോളജി. ഞാൻ പോകുമ്പോൾ എൻ്റെ പാരലലി എൻ്റെ ഓഫീസും എൻ്റെ കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ടെക്നോളജി. വാട്സപ്പ് ഇല്ലാത്ത ടെക്നോളജി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ, അത് ചിലപ്പോൾ നമ്മൾ CCTVയിലായിരിക്കും, നമ്മളിരുന്ന് നോക്കുമ്പോൾ നീ പണിക്ക് വന്നിട്ടില്ല എന്ന് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഇന്നത്തെ ചെയ്യേണ്ട ടു ഡു ലിസ്റ്റുകൾ ഇതായിരിക്കും, അതിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കി തിരിച്ച് ചോദിക്കുന്നത് ടെക്നോളജി. സോ മീൻ വൈൽ ഈ യാത്രകൾക്കിടയിലും ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പറ്റും, അല്ലെങ്കിൽ പണി പോവില്ലേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നാണ് ചേട്ടാ യാത്ര ചെയ്യുന്നത്. സോ ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവരുടേതായ കൾച്ചർ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ കൾച്ചർ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അത് എത്രത്തോളം പോസിബിൾ ആണ്? വെരി സിമ്പിൾ. ഞങ്ങളുടെ അറ്റയറിലത് വെരി വിസിബിൾ ആണ്, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പലപ്പോഴും പലയിടത്ത് പോകുമ്പോഴും വലിയ വലിയ ആൾക്കാരെന്ന് പറയാതിരിക്കാം, ഞാനിവിടെ തിരുവനന്തപുരത്ത് പാലസിൽ പോകേണ്ട ഒരാവശ്യം, അവിടെ തമ്പുരാട്ടി വിളിച്ച് പോകേണ്ട ഒരു കാര്യം വന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഫ്രെയിമും കൊണ്ടാണ് ഞാൻ പോയത്. അതായത് തൃശ്ശൂർ പൂരം, തെക്കേ ഗോപുരനട, 15 ആന നിരന്ന് നിൽക്കണു, കുടമാറ്റത്തിൻ്റെ കുടകൾ. അതാണ് എൻ്റെ ഏറ്റവും വലിയ കൾച്ചറും എക്സ്ചേഞ്ചും. അതേ സെയിം തിങ് ഗോവയിൽ ഞങ്ങൾ വൺ റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റിൻ്റെ ഒരു പരിപാടിക്ക് പോയി. ഗോവ, ഓർമ്മയില്ലേ? നല്ല ഓർമ്മയുണ്ട്. ഗോവയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അന്നും ഇതേപോലെ റോയൽ എൻഫീൽഡിൻ്റെ അന്നത്തെ CEO പുള്ളിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ സെയിം ഫ്രെയിം, വടക്കുന്നാഥൻ, ആന, പൂരത്തിൻ്റെ ആ ഫ്രെയിം. അപ്പോൾ എഗെയിൻ അതാണ് ഞാൻ കൊടുക്കുന്നൊരു കൾച്ചറും എക്സ്ചേഞ്ചും അതാണ്. ഐ ഫീൽ സോ, അല്ലേ? ശരിയല്ലേ? ഞാൻ എൻ്റെ സിറ്റിയുടെ ഏറ്റവും തൃശ്ശൂർ പൂരം, അതിനും വലുത് തൃശ്ശൂർ ഒന്നും പറയാനില്ല. തൃശ്ശൂർ പൂരം അതിൻ്റെ ഒരു ഫ്രെയിം കൊണ്ട് അവിടുത്തെ നമ്മളെ വിളിച്ച പുള്ളിക്കാരൻ ബുള്ളറ്റിൻ്റെ CEO, അവരുടെ അന്നത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാം, ബുള്ളറ്റിൻ്റെ ഒരു പരിപാടി. എഗെയിൻ അതിൻ്റെ ഇടയിൽ പറയാം, ആ ബുള്ളറ്റിൻ്റെ ഓൾ ഇന്ത്യ പിക്ചർ അമ്മ ബൈക്കിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ, വെരി സിമ്പിൾ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്. എനിക്ക് ആക്ച്വലി ഞാൻ വളരെ കാലമായിട്ട് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും അതിനകത്ത് അഭിമാനിക്കാം. ഇൻഫാക്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിരിയാണ് അമ്മയുടേത്. ഇത്രയും ഹൃദയത്തിൽ നിന്ന് ഉള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചിരി മാമിൻ്റെ മാത്രമാണ്.
ആൻഡ് ഒരു മകൻ എന്ന നിലയിൽ താങ്കളാണ് അതിനുള്ള റീസൺ എന്നുള്ളതിൽ താങ്കൾക്കും അഭിമാനിക്കാം. യു ആർ റിയലി ഇൻസ്പയറിംഗ് പീപ്പിൾ. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തു നിന്നാണ്, ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് നിധി. ഐ ലവ് യു. ഐ ലവ് യു ടു. താങ്ക് യു. സോ ഇൻഫാക്ട് ഓരോ യാത്രകളും ഞാൻ ഏകദേശം 3 hours ഡ്രൈവ് ചെയ്താണ് വീക്കെൻഡ്സ് വരുന്നതും പോകുന്നതും. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി നമ്മൾ മീ ടൈം എന്ന് പറയുന്ന ഒരു സമയമാണ്. ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് ഞാൻ എന്നോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ്. ആൻഡ് നിങ്ങളുടെ ഓരോ യാത്രകളും കാണുമ്പോൾ ഐ റിയലി എൻവി യു. യുനോ ആകെ ജീവിതത്തിലുള്ള ഒരു സന്തോഷം. എനിക്ക് ശരിക്കും എന്താ പറയുന്നത്, നിങ്ങളോട് അസൂയയാണ്. ദ വേ യു ട്രാവൽ, യുനോ. Can you touch the wood? Touch wood. Definitely. Just to take a practical advice from your side. ഞാനിപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേയധികം ബോട്ടിൽ നെക്സ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രിഡ്ജിലുള്ള ലെഫ്റ്റ് ഔട്ട്സ് തൊട്ട് നമ്മുടെ അൺവാട്ടേഡ് പ്ലാന്റ്സ് തൊട്ട് നമ്മുടെ പെറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. യു ആർ ടോക്കിംഗ് അബൌട്ട് പ്രയോറിറ്റീസ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നെ ബോദർ ചെയ്യാറുണ്ട്. ഞാനൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം അമ്മയുടെ ക്വസ്റ്റ്യൻ ഫ്രിഡ്ജിലുള്ള ബാക്കിയുള്ള പച്ചക്കറി എന്ത് ചെയ്യും എന്നുള്ളതാണ്. സോ ആസ് എ പ്രാക്ടിക്കൽ ട്രാവലർ, വാട്ട് യു ഡു സജസ്റ്റ് ഹൗ ടു ഗെറ്റ്, യു നോ, ഹൗ യു ഗൈസ് മാനേജ്? നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അമ്മ പറയണോ ആദ്യം ഞാൻ പറയണോ? യുവർ ചോയ്സ്. അങ്ങനെയല്ല, ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എൻ എക്സ്ക്യൂസ് ആക്ച്വലി. ഫ്രിഡ്ജിലെടുത്ത് കളയി, പട്ടിയെടുത്ത് നമ്മുടെ പപ്പീസും കിളിയും ഒക്കെ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു പെറ്റ് കെയറിൽ കൊടുക്കൂ. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാത്ത കാരണം എൻ്റെ വീട്ടിൽ 3 പട്ടി, 6 പൂച്ച, 50 കിളികൾ. ക്യാൻ യു ബിലീവ്? 50 കിളികൾ. ഇത്രയുമുള്ള ഞാൻ ഇങ്ങനെ പോയിച്ചാൽ എന്താ പറ്റായിക, എങ്ങനെയാണ് പറ്റായിക അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇതൊരു എക്സ്ക്യൂസ് ഫൈൻഡ് ചെയ്യുക. ഇപ്പോൾ വേണ്ട, പിന്നെ ആവാം, ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, വീടൊന്ന് ശരിയാവട്ടെ, ഇതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലെ പച്ചക്കറി കാരണമാണോ യാത്ര ചെയ്യാത്ത? എക്സാക്ട്ലി, ഐ എം ടെല്ലിങ് യു. അപ്പോൾ അത് നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു എക്സ്ക്യൂസാണ്. കീപ് ദാറ്റ് അസൈഡ്. ഗിവ് യുവർ പെറ്റ്സ് ടു ഹോസ്റ്റൽ. എല്ലായിടത്തും പെറ്റ് ഹോസ്റ്റൽ ഉണ്ട് ഇപ്പോൾ, എല്ലായിടത്തും ഉണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ 2 ദിവസത്തേക്ക് ഏൽപ്പിക്കൂ. ഐ ഡോണ്ട് മീൻ അത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വലിച്ചു വാരി കളയാനല്ല പറയണേ. അത് എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലിൽ ഏൽപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ 50 കിളിയുള്ള ആളല്ലേ ഞാൻ എങ്ങനെ ചെയ്തിരുന്നത്. ഇന്ന് എൻ്റെ വീട്ടിലൊരു 2 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് പപ്പിക്കുട്ടിയുണ്ട്. എനിക്ക് ടെൻഷനാണ് അവിടെ ഇരിക്കുമ്പോൾ. കാരണം ഞാനിങ്ങനെ പ്രേമിച്ച് തുടങ്ങിയ 3 ദിവസമായിട്ടുള്ള വന്നിട്ട്. സോ ലവ്ലി വണ്ണ, ഭയങ്കര ക്യൂട്ട് ഏജ് അല്ലേ. അപ്പോൾ അതെന്നിട്ട് ഈ പരിപാടിക്ക് വരാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ദാറ്റ്സ് ഹൗ വി പ്രയോറിറ്റൈസ്, ദാറ്റ്സ് ഹൗ വി കീപ്പ് അവർ വാല്യുബിൾസ് എസൈഡ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലെ മാറ്റി വയ്ക്കി, പപ്പി ആർക്കെങ്കിലും കൊടുക്കുമോ. ദ നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് അതൊന്നും മെസ്സേജ് അയക്കണം, യു ട്രാവൽഡ്. ഐ വിൽ ബി സോ ഹാപ്പി ടു നോ ദാറ്റ്. താങ്ക് യു. അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹം ശരത്തേട്ടനും തിരിച്ച് അങ്ങനെയും തന്നെയാണല്ലോ. അത് ഏറ്റവും പൊതുവായ സ്നേഹം. മക്കള് അതിൽ ആദ്യത്തെ കുട്ടിയോടും ഏറ്റവും സ്നേഹം, പിന്നെ രണ്ടാമത്തത്, പിന്നെയാണ് ഇദ്ദേഹം. നമ്മൾ ലാസ്റ്റ് പുറമ്പോക്ക അതൊക്കെ ചെയ്തിട്ടും കേട്ടില്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം, പൊതുവായൊരു ഇഷ്ടം യാത്രയാണ്. ഏറ്റവും വലിയ ഇഷ്ടം രണ്ടുപേരുടേതും യാത്രയാണ്. യാത്ര എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ഇഷ്ടം അത് വായനയാണോ മറ്റെന്തെങ്കിലും ആണോ, അതെന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ സിനിമയ്ക്ക് പോവുക. അങ്ങനൊരു ഹോബി എന്നാണോ അതോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഞാനൊരു വിമൻസ് കോളേജിൽ പോകുമ്പോഴാവും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ള അല്ലേ. ബീങ് ഫ്രാങ്ക്, ഞാൻ എന്തിനപ്പോൾ അല്ലേ, നമ്മൾ ഭംഗിയുള്ള പെൺകുട്ടിയെ കാണുമ്പോൾ ഇന്ന് നന്ദന വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഐ വാസ് തിങ്കിങ്, യോ എന്തൊരു കൈൻഡാ പെൺകുട്ടി, എന്തൊരു ലവ്ലിയായിട്ടാണ് സംസാരിക്കുന്നത്. ദാറ്റ് മേക്സ് അസ് ഹാപ്പി. ഐ തിങ്ക് സോ അല്ലേ. മോശമായോ പറഞ്ഞത്? പ്രായം മറന്നുപോയി. അപ്പോൾ ഞാൻ എഗെയിൻ ഒരു മിനിറ്റ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ കോളേജിലും അല്ലെങ്കിൽ വല്ലയിടത്തൊക്കെ സെഷൻസ് ഇങ്ങനെ ടോക്കിന് പോകുമ്പോൾ ഞാൻ സാധാരണ പ്രിപ്പയർ ചെയ്യൊന്നുമില്ല. വെറുതെ അവിടെ എത്തി അവിടെ ചോദിക്കുന്നതിനനുസരിച്ച് പോവുള്ളൂ. 2018 വിമല കോളേജിൽ ഇതേപോലെ ഒരു ഓണം സെലിബ്രേഷനിൽ വിളിച്ചേക്കുക. അപ്പം ഞങ്ങളുടെ അവിടുത്തെ, ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് നിർത്തിയാൽ മതി,
ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് വിമല കോളേജ്. അപ്പോൾ വിമല കോളേജിൽ പോകുമ്പോൾ ഞാനൊന്നിങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കുറച്ച് ഇംഗ്ലീഷൊക്കെ കുത്തിക്കയറ്റാം, കുറച്ച് വാവായിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെല്ലുക. അപ്പോൾ August 15 ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങനെ മിററിൻ്റെ മുമ്പിൽ, ഞാൻ സാധാരണ ചെയ്യാറേ ഇല്ല, എനിക്ക് അല്ലാണ്ട് തന്നെ ഞാൻ സംസാരിക്കാറില്ല, കുറച്ച് ഇംഗ്ലീഷൊക്കെ കുത്തി കയറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റൈലിഷൊക്കെ ആയിട്ട് നിൽക്കണു. നെക്സ്റ്റ് ഡേ അന്ന് രാത്രി തൊട്ട് മഴ, പിറ്റേ ദിവസം ഫ്ലഡ്. ഇന്നേ വരെ ഞാൻ പിന്നെ വിമല കോളേജിൽ പോയിട്ടില്ല.